ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സൗദി അറേബ്യയിൽ നിൽക്കുന്ന ആളുകൾക്ക് നാഷണൽ രജിസ്ട്രേഷൻ എങ്ങനെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതിനൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ നിന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഫേസ്ബുക്കിൽ നിന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മുകളിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ നമ്പർ വേണം. 4 അക്ക നമ്പർ ഉണ്ടാവും നമ്മളുടെ വീടിൻ്റെ പുറത്ത്. ആ നമ്പർ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിസ്സാരമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണത് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സുബൈർ എസ്കെഎം എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണത് ഉപയോഗിക്കുന്നതെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും താഴെയായിട്ട് ഹോം, അഡ്രസ്സ്, നോട്ടിഫിക്കേഷൻ എന്ന്. അതിൽ അഡ്രസ്സ് എന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സൈനിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിസിനസ് അക്കൗണ്ട്, ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന്. അതിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നാഷണൽ ID എന്നതിൽ ഇക്കാമ നമ്പർ കൊടുക്കുക. ശേഷം താഴെയായി നിങ്ങൾക്ക് ഇക്കാമ എക്സ്പയർ എന്ന ഡേറ്റ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ഇക്കാമയിൽ കാണുന്ന അതേ ഡേറ്റ് തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതായത് അപ്ഷറിൽ നമ്മൾ ഇക്കാമ ചെക്ക് ചെയ്യുമ്പോൾ ഏതാണോ ഡേറ്റ് വരുന്നത് ആ ഡേറ്റ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അത് സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് അമർത്തുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഇക്കാമയിലുള്ള അതേ പേര് തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു ഇമെയിൽ കൊടുക്കാം. ഏത് ഇമെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഇമെയിൽ കൊടുക്കാം. അതിനുശേഷം താഴെയായി നമ്മുടെ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കുക. ആ നമ്പർ കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു OTP നമ്പർ വരുന്നതാണ്. ആ നമ്പർ നമ്മുടെ മൊബൈലിൽ നിന്നും നോക്കിയതിന് ശേഷം നമുക്കിവിടെ ആ 4 അക്ക നമ്പർ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ OTP നമ്പർ എൻ്റർ ചെയ്ത ശേഷം നമ്മൾ കാണുന്ന കണ്ടിന്യൂ എന്നതിൽ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും യൂസർ നെയിം, പാസ്വേഡ് എന്ന്. അതിൽ യൂസർ നെയിം നിങ്ങൾ എന്താണോ പേര് ഉദ്ദേശിക്കുന്നത് ആ യൂസർ നെയിം നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രോങ് ആയി പാസ്വേഡ് കൊടുക്കണം. അതായത് അക്കങ്ങളും അതുപോലെ ലെറ്റർ കൊടുക്കുമ്പോൾ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ അങ്ങനെ മിക്സ് ചെയ്ത് വേണം കൊടുക്കാൻ. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്നതിൽ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എഗ്രി ഓൺ എന്നൊരു ഓപ്ഷൻ. അതിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്നാണ് കാണുന്നത്. അതിനുശേഷം താഴെ നിങ്ങൾക്ക് അഡ്രസ് എന്നതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നാഷണൽ അഡ്രസ്സ് എന്നതിൻ്റെ താഴെയായി ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ന്യൂ നാഷണൽ അഡ്രസ്സ് എന്നതിൽ പ്രസ് ചെയ്ത് നമുക്ക് റീജിയണൽ മക്ക എന്ന് കൊടുക്കാം. ജിദ്ദക്കാരാണെങ്കിൽ മക്ക എന്ന് കൊടുക്കുക. മക്ക എന്ന് കൊടുത്തതിന് ശേഷം താഴെയായി സിറ്റി എന്നതിൽ നമ്മൾ ജിദ്ദ എന്ന് കൊടുക്കണം. ജിദ്ദയിലാണെങ്കിൽ, മക്കയിലാണെങ്കിൽ മക്ക എന്ന് തന്നെ കൊടുത്താൽ മതി. അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഏത് ഡിസ്ട്രിക്റ്റാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം താഴെയായി നിങ്ങൾക്ക് ബിൽഡിംഗ് നമ്പർ എന്നതിൽ നമ്മുടെ ബിൽഡിംഗ് നമ്പർ ഏതാണോ ആ നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ശേഷം വെരിഫൈ എന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം താഴെ സ്ട്രീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ താമസിക്കുന്ന സ്ഥലം വില്ലയാണോ അതുപോലെ ഫ്ലാറ്റാണോ എന്നുണ്ട്. അത് നമ്മൾ വില്ല എന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ നാഷണൽ അഡ്രസ്സ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ ഫിൽ ചെയ്യേണ്ടതുണ്ട്. അതിനായി നമുക്ക് യൂസർ നെയിം കൊടുക്കാം. അതിനായി ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ ഇക്കാമ അതുപോലെ നമ്മുടെ നമ്പറിന് താഴെയായി ഫസ്റ്റ് നെയിം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് നെയിം കൊടുക്കുക. താഴെയായി ഫാദർ നെയിം എന്ന് കാണാൻ സാധിക്കും. അതിൽ ഫാദർ നെയിം കൊടുക്കുക. ഗ്രാൻഡ് ഫാദർ നെയിം എന്ന് കാണാൻ സാധിക്കും. അതിൽ ഗ്രാൻഡ് ഫാദർ നെയിം കൊടുക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. ലാസ്റ്റ് നെയിം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലാസ്റ്റ് നെയിം നമ്മൾ കൊടുക്കുക.
ശേഷം നമ്മുടെ ഇമെയിൽ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അതിനുശേഷം അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ എഴുതിയത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം അപ്ഡേറ്റ് കൊടുക്കാം. അപ്ഡേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുതിയത് എന്തൊക്കെയാണെന്ന് ശരിക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം എൻ്റർ കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും യുവർ പ്രൊഫൈൽ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന്. ഓക്കെ കൊടുത്താൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെബ്സൈറ്റിൽ കയറി ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതല്ല യൂട്യൂബിൽ നിന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കും. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.